10, 15, 20 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 40 വയസ്സിലും 50 വയസ്സിലും പണിയെടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്തുണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിലൊന്നും ഒരു സേവിങ്സ് പോലും ഇല്ല. കുറേ കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒരുപാട് പേര് അവരെ വെച്ച് ജീവിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ കയ്യിലൊന്നുമില്ല. നമ്മൊരു ഗ്രോ ആപ്ലിക്കേഷനിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യും, ഒരു പാരിയിലോ ഫ്ലെക്സി ക്യാപ്പിലോ അതല്ലെങ്കിൽ കോണ്ടി സ്മോൾ ക്യാപ്പ് ഫണ്ടിലോ മാസം ഒരു 1000 രൂപ വെച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ല, ഒരു 10, 20, 25 വർഷം കഴിയുമ്പോണ്ടല്ലോ അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോവും. എന്തെങ്കിലും ഒരു സെൽഫ് ലവ് ഉണ്ടെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വരുന്നവരെ, ഒരു രോഗം വരുന്നവരെ നമ്മൾ കാത്തുക്കണ്ട ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനോ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോട്ടെ, ഒരു 30 മിനിറ്റ്സ് ഡെയിലി എക്സസൈസ് ചെയ്യാൻ വേണ്ടി, നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടി. വെള്ളം കുടിച്ചാൽ തന്നെ എല്ലാ രോഗങ്ങളും പോകുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ ഉറക്കം, നമ്മളത് റീഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി, നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 8 മണിക്കൂർ ഉറക്കം. അല്ലെങ്കിൽ പോട്ടെ, ഒരു 3 മാസം 6 മാസം കയ്യും കാലും ഒടിഞ്ഞ് കിടന്നാൽ തന്നെ ജീവിക്കാനുള്ള ഒരു എമർജൻസി ഫണ്ടെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവണ്ടേ. നമ്മളോടൊരു സെൽഫ് ലവ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യണം. അതൊരു കടമാണ് നമുക്ക് നമ്മളോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ആക്ച്വലി ഇത്. അത് ഇത്തിരി ബുദ്ധിമുട്ടിയാലും ഇത്തിരി മടിയാണെങ്കിലും നമ്മൾ അതൊക്കെ ചെയ്തു വെക്കണം. എന്തെങ്കിലും ഒരു ഡ്രീം തോന്നുന്നെങ്കിൽ, എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ, ഒരു യാത്ര ചെയ്യാനോ ഒരു പാട്ട് പാടാനോ ഒരു റാപ്പ് ഉണ്ടാക്കാനോ, ഞാൻ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനോ എഴുതാനോ, അതൊക്കെ തോന്നിക്കഴിഞ്ഞാൽ സൈഡായിട്ട് ചെയ്യുക. ഇത്തിരി സമയം അതിന് വേണ്ടി കണ്ടെത്തി, ഡെയിലി ഒരു മണിക്കൂർ കണ്ടെത്തിയാൽ മതി. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് വേറെ ടേണിലോട്ട് മാറും. നമുക്ക് നമ്മളോട് സെൽഫ് ലവ് ഉണ്ടാവണം. മറ്റെന്തില്ലെങ്കിലും നമുക്ക് അതെങ്കിലും ഉണ്ടാവണം. നമ്മളെ ഇന്നത്തേക്കാൾ നാളത്തേക്ക് ഉയർത്തുന്ന എന്തെങ്കിലും ഒരു ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താൻ നോക്ക്. സീരിയസ്ലി.